ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഒരു സൂപ്പർ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ദേവുവിൻ്റെയും അരുണിൻ്റെയും കൂടെ വിവാഹം സച്ചി എതിർക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയും ലക്ഷ്മി അമ്മയും ഒന്നും അറിയാതെ തന്നെ അവരുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രേവതി തന്നെ സാക്ഷിയായി ഒപ്പിട്ട് ആ വിവാഹം നടത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ദേവുവിൻ്റെ വീട്ടിലേക്കും അരുണിൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇതിന് മുൻകൈ എടുത്ത് നടത്തിയതൊക്കെ രേവതിയാണെന്ന് തിരിച്ചറിയുന്ന ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇനിയും ഞാനും രേവതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് തീർത്തു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് ചെയ്യുന്ന വലിയൊരു ചതി നിറഞ്ഞ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടിയിട്ട് അമ്പലത്തിൽ ചെന്ന് അരുണിനെ കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരുമാണല്ലോ യഥാർത്ഥത്തിൽ ശത്രുക്കളാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നേരെ ലക്ഷ്മിയമ്മയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തിരികെ പോകുന്നുണ്ട്. രേവതി ദേവുവിനെയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ലക്ഷ്മിയമ്മ ദേവുവിനിട്ട് ഒരുപാട് തല്ലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഒരു തരത്തിൽ പിടിച്ചു മാറ്റി ദേവുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും സച്ചിയേട്ടനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം, നീ എന്തായാലും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കണം. എന്തായാലും നമ്മൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. നീയും എല്ലാം ഒന്ന് ആലോചിച്ച് സമാധാനമായിട്ട് എടുക്ക്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകളുടെ മാത്രം കൂടിച്ചേരലല്ല, രണ്ട് കുടുംബങ്ങളുടെയും കൂടെ കൂടിച്ചേരലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, എനിക്ക് സച്ചിയേട്ടൻ എന്നെയും മനസ്സിലാക്കി തന്നെയാണ് അരുണേട്ടനും എന്നെയും മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്താണ് പ്രശ്നമെന്നേ എന്ന് ദേവു പറയുന്നുണ്ട്. പിന്നെ രേവതി ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, മോളെ എന്തായാലും മോള് സമാധാനമായിട്ട് ഒന്ന് ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഞാനും സച്ചിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയോടും പറഞ്ഞിട്ട് രേവതി നേരെ വീട്ടിലേക്ക് അങ്ങ് പോവാണ്. ഇങ്ങനെ വീട്ടിൽ ചെന്ന് കുറേ നേരം കഴിയുമ്പോഴും രേവതിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. ദേവു എന്തെങ്കിലും ചെയ്യുവോ, അവിവേകം കാണിക്കുവോ, അവൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ സച്ചി വരുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്? അതെന്താ രേവതി, ദേവുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അമ്മയുടെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരുടെ അടുത്താ പോയി പറയേണ്ടതെന്നേ. അപ്പോഴേക്കും സച്ചി രേവതി ചോദിച്ചല്ലോ എൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പോയെന്ന്. അതിലും കൂടി കയറി പിടിച്ചിട്ട് സച്ചി രേവതിയുടെ നേരെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് രേവതി പറയുന്നുണ്ട്, അതല്ല സച്ചിയേട്ടാ, അവർ രണ്ടുപേരും നല്ല രീതിയിൽ മനസ്സിലാക്കിയാണ് വിവാഹത്തിനേക്കുള്ള തീരുമാനം എടുത്തത്. പിന്നെ നമ്മൾ എന്തിനാണ് അതിനിടയിൽ കയറുന്നതെന്നേ. അത് ശരി രേവതി, നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? ദേവുവിന് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവൻ്റെ കൂടെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ തന്നെ ദേവുവിന് ഒരു നല്ല പയ്യനെ കണ്ടെത്തി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. രേവതി വീണ്ടും പറയുന്നുണ്ട്, സച്ചേട്ടാ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും ഒരു ഈഗോ പുറത്ത് ഓരോന്ന് ചെയ്തു കൂട്ടിയതല്ലേ, അതൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെന്നേ. എന്താ രേവതി, ഞാൻ എന്താ ക്ഷമിക്കേണ്ടത്? അവനെ ഞാൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ തുടങ്ങിയതുവരെ നിനക്ക് നിസ്സാരമാണല്ലേന്ന്. അതെ, അവർ ചെയ്തെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ പകരം ചെയ്തില്ലേ? അദ്ദേഹത്തിനെ വീഡിയോ എടുത്ത് വൈറലാക്കി അദ്ദേഹത്തിന് സസ്പെൻഷൻ ആക്കിയില്ലേ? അപ്പോൾ നിങ്ങളും അദ്ദേഹവും ഒരേ രീതിയിലല്ലേ റിയാക്ട് ചെയ്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് സച്ചി രേവതിയുടെ നേരെ ഇങ്ങനെ കൈ പൊക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണേ. അപ്പോഴേക്ക് രേവതി ഇരിക്കുന്നുണ്ട്, എന്താ അടിക്കാൻ വന്നിട്ട് അടിക്കാൻ തരുന്നത്? നിങ്ങൾ അടിക്ക്. ഇത് തന്നെയാ പറഞ്ഞത്, ദേവുവിൻ്റെയും വിവാഹത്തിന് പിന്നീട് അരുൺ എന്തെങ്കിലും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ഇപ്പോ നിങ്ങളും അരുണും തമ്മിൽ പിന്നെന്താ വ്യത്യാസം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ സച്ചി പറയുന്നുണ്ട്,
രേവതി, നീ എന്തൊക്കെ ന്യായീകരിച്ചാലും ദേവുവിന് അവനുമായിട്ട് ഒരു വിവാഹം ഇല്ല. ഞാൻ തന്നെ ദേവുവിന് നല്ലൊരു പയ്യനെ, നീ വിചാരിക്കുന്നത് പോലെ ഒരു ഡ്രൈവറെ ഒന്നുമല്ല, ദേവുവിൻ്റെ വിദ്യാഭ്യാസത്തിനും സൗന്ദര്യത്തിനും യോജിച്ച പോലെ നല്ലൊരു പയ്യനെ തന്നെ ഞാൻ കണ്ടെത്തി ദേവുവിൻ്റെ വിവാഹം ഞാൻ നല്ല രീതിയിൽ തന്നെ മുൻകൈ എടുത്ത് നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്. പിന്നീട് രേവതിക്ക് മറുപടി ഒന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ അരുണാണെങ്കിൽ അരുണിൻ്റെ അമ്മേനെയും കൂട്ടി ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ വരുമെന്നറിഞ്ഞ് ദേവു ആണെങ്കിൽ രേവതിയോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഉള്ളിലേക്ക് വരണ്ട, ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ദേവു ഇറങ്ങി വരുന്നുണ്ടല്ലോ. ലക്ഷ്മി അമ്മ ദേവുവിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ദേവു നല്ല കുട്ടിയാണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാനാണ് നേരിട്ട് വന്ന് കാണേണ്ടിയിരുന്നത്, എന്നാൽ അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എല്ലാം ക്ഷമിക്കണം. എന്തായാലും സച്ചി നിങ്ങളുടെ ഭർത്താവല്ലേ എന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, സച്ചി കാരണമാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അരുണിൻ്റെ അമ്മ. ഈ സമയം ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അതെ, സച്ചി കാരണമല്ല, നിങ്ങളുടെ മകൻ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നേ. അപ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ രേവതി ഇടയിൽ കയറിയിട്ട് അത് അവർ തമ്മിലുള്ള ചെറിയ ഇഷ്യൂ അല്ലേ, അത് പിന്നീട് സംസാരിക്കാമേ, ഇവരെന്താണ് സംസാരിക്കാൻ വന്നതെന്ന് കേൾക്കുന്നേ. അങ്ങനെ അവർ വിവാഹത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി അമ്മ സച്ചിയെക്കുറിച്ച് കുറ്റം പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന എൻ്റെ മൂത്ത മകനാണ് സച്ചി. സച്ചി പറയുന്നതല്ലാതെ ഈ വീട്ടിലൊന്നും നടക്കില്ല. എന്തായാലും നിങ്ങൾക്ക് വന്നതുപോലെ തിരിച്ചു പോകാം. സച്ചി തന്നെ മുൻകൈയെടുത്ത് ഈ ദേവുവിൻ്റെ വിവാഹം നടത്തുകയും ചെയ്യും. സച്ചി പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ദേവുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ആ പോലീസുകാരനല്ലെന്നേ. അങ്ങനെ അവരെയും അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അരുണിൻ്റെ അമ്മയും പറയുന്നുണ്ട്, ഇനി എന്തായാലും നമുക്ക് ദേവുവിനെ വേണ്ടെന്ന് കേട്ടോ. അങ്ങനെ രണ്ട് വീട്ടിലും ഓൾറെഡി ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും പരസ്പരം മറക്കാനാകാത്ത വിധത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ കുറേ പയ്യന്മാരെയൊക്കെ കൊണ്ടുവന്ന് ദേവുവിനെ കാണിക്കുന്നുണ്ടെങ്കിലും ദേവുവിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അരുണും ദേവും കൂടിയിട്ട് രജിസ്റ്റർ മാരേജ് നടത്താം. അപ്പോൾ പിന്നീടായിട്ട് സച്ചിയേട്ടൻ മറ്റൊരു വിവാഹം മറ്റാരുമായിട്ടും നടത്തില്ലല്ലോ, അത് തൽക്കാലത്തേക്കിന് ഉറപ്പിച്ചു വെക്കാം. അതിനുശേഷം എല്ലാവരും സമ്മതിപ്പിച്ചിട്ട് സമാധാനത്തിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കുന്നുണ്ട്. അത് നമ്മുടെ രേവതിയും കൂടി ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ദേവു കരഞ്ഞ് രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് കൂട്ടുനിന്നേനെ, ഇങ്ങനെ ഒന്നും നടക്കില്ലാന്നേ. ആ ഒറ്റ വാക്കിൻ്റെ പുറത്ത് നമ്മുടെ രേവതിയും അവരുടെ രജിസ്റ്റർ മാരേജിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ രാത്രി കിടന്നിട്ടൊന്നും ദേവുവിന് ഉറക്കം വരുന്നേ ഇല്ല കേട്ടോ. ലക്ഷ്മിയമ്മ തൊട്ടടുത്ത് കിടപ്പുണ്ട്. കാരണം നാളെ ദേവുവിൻ്റെ രജിസ്റ്റർ മാരേജാണ്. അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി നിന്നിട്ട് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയോടും വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി നാളെ കൃത്യമായിട്ട് തന്നെ എത്തില്ലേന്നേ. ഞാൻ എത്തിക്കോളാം ദേവു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം രാത്രിയായിട്ടും നമ്മുടെ സച്ചി എത്തിയിട്ടില്ല. കുറേ രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നാളെ വിവാഹമാണല്ലോ ദേവുവിൻ്റെ. അതും ലക്ഷ്മിയമ്മയും സച്ചിയും മറ്റാരും തന്നെ അറിയാതെയാണ് താനാണ് നടത്തി കൊടുക്കുന്നതും. അതിൻ്റെ ടെൻഷൻ രേവതിക്കും നല്ല രീതിയിലുണ്ട്. അങ്ങനെ സച്ചി വരുമ്പോൾ തന്നെ കഴിച്ചിട്ടാണ്, പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട് രേവതി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം തന്നാൽ മതിയെന്നും പറഞ്ഞ് വെള്ളം വാങ്ങി കുടിച്ചിട്ട് സച്ചി കിടന്നുറങ്ങുകയാണ് കേട്ടോ. രേവതിക്കും സച്ചിയുടെ അടുത്ത് പോയിരുന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം സച്ചിയോട്ടനോട് പറയാതെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതും ദേവുവിൻ്റെ വിവാഹം സ്വപ്നം കണ്ട് പയ്യനെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ സച്ചി. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ നല്ല ഒരു പൂവൊക്കെ കെട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ധൃതി വെച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണേ. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി നീ എങ്ങോട്ടേക്കാണെന്നേ?
ശശിയേട്ടാ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഒരു വിവാഹത്തിന് മാല കൊടുക്കണമെന്ന്, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നേ. അതെ രേവതി, നീ ഇന്നൊരു കാര്യം മറന്നോ? ഇന്ന് ശരത്ത് പാസ്സായതിൻ്റെ പേരിൽ വലിയ ട്രീറ്റാണ് നമ്മൾ നിന്റെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. നിന്റെ കുടുംബക്കാരെ എല്ലാം വിളിച്ച് നമുക്ക് ഈ സന്തോഷം ഞാൻ തന്നെ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ടേ. ഇതൂടെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ആ സച്ചിയേട്ടാ, ഞാൻ ഇത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കോളാന്നേ. അപ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട്, എനിക്കും രാവിലെ ചെറിയൊരു അർജന്റ് പരിപാടിയുണ്ട്, ഞാനും ആ സമയത്തേക്ക് എത്താം. അതെ, നിന്റെ കുടുംബത്തിലെ കാര്യം ഞാനാണെല്ലാം നോക്കി നടത്തേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. നമ്മൾ ചെന്നില്ലെങ്കിൽ അവർക്കെല്ലാവർക്കും വിഷമമാവും. രേവതി പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഈ പൂവായിട്ട് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓൾറെഡി ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ സച്ചി വെക്കുന്നുണ്ട്, എന്താ രേവതി വല്ലാതിരിക്കുന്നേ? നീ എന്ത് ചിന്തയിലാണ് നടക്കുന്നേ? അതെന്താ സച്ചിയേട്ടാ? അതെ, നീ പോകുമ്പോൾ പേഴ്സും ഫോണും ഒന്നും എടുക്കുന്നില്ലേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്ക് രേവതി വല്ലാതങ്ങ് പതറുന്നുണ്ട്. സച്ചി പെട്ടെന്ന് തന്നെ ഇന്നാ എന്നും പറഞ്ഞിട്ട് ഫോണും പേഴ്സും ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ദേവു ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എനിക്ക് 2 മണിക്കൂർ അർജൻറ്റായിട്ട് കണക്ക് കാണിക്കണമെന്നും പറഞ്ഞ് പോകാൻ ഇറങ്ങുകയാണേ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞതല്ലേ. സച്ചിയാണെങ്കിൽ ഇന്ന് ശരത്ത് പാസ്സായതിൻ്റെ പേരിൽ ഇവിടെ ഒരു ഫംഗ്ഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും സച്ചിയെ ഒരു മരുമകനായിട്ട് കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. ഒരിക്കലും ഇങ്ങനെ ഒന്നും ആരും ചെയ്യില്ല. ദേ ഇനിയിപ്പോ നിന്റെ വിവാഹം തന്നെ സച്ചി നല്ലൊരു പയ്യനെ കണ്ടെത്തി നടത്തി തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതോടെ കേൾക്കുമ്പോൾ ദേവുവിന് ഭയങ്കര ടെൻഷനാണ്. ദേവു ഫുഡ് പോലും കഴിക്കാതെ അമ്മേ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ധൃതി വെച്ച് ഇറങ്ങുന്നുണ്ട്. ലക്ഷ്മി അമ്മ അവിടെ നിൽക്കെന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഇഡലിയാണ് കേട്ടോ വായിൽ വെച്ച് ദേവുവിന് കൊടുക്കുകയാണേ. അങ്ങനെ ദേവുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താടി കണ്ണ് നിറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലമ്മേ അത് എരിവ് കാരണമാണെന്ന് പറഞ്ഞിട്ട് ദേവു മതിയെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ധൃതി വെച്ച് അങ്ങ് പോവുകയാണ്. ധൃതിയുടെ ഇടയിൽ ശരത്ത് പുറത്തു നിന്ന് കയറി വരുമ്പോൾ തന്നെ ശരത്തിനെ ഇങ്ങനെ തട്ടിയിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അല്ല ചേച്ചി ഇതങ്ങോട്ട് രാവിലെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അർജൻറ്റായിട്ട് ഓഫീസിലൊന്ന് പോകണമെന്നേ, എന്നാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് ശരത്ത് പറയുന്നുണ്ടെങ്കിലും ദേവു പെട്ടെന്ന് തന്നെ ടെൻഷനായി നിൽക്കുകയാണ്. എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ. സാരമില്ല, ഇവിടെ ആളുകളൊക്കെ വരുമ്പോൾ നീ വേണമല്ലോ. അപ്പോൾ ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട് ശരിയാണെന്നേ. അങ്ങനെ ദേവു അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയം അരുണും അരുണിൻ്റെ ഒരു ഫ്രണ്ടും കൂടി രജിസ്റ്റർ ഓഫീസിൽ വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ദേവു അവിടെ ചെല്ലുമ്പോഴേക്കും ദേവുവും അരുണും കൂടെ ഇനി രേവതി വരുമോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതിയും പൂമാലയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ദേവുവിനെ കാണുന്നതേ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. എന്താ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല മോളെ, മോടെ വിവാഹം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നല്ല രീതിയിൽ നടത്തണമെന്നാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. എന്നാൽ ഇതിങ്ങനെയായി പോയല്ലോന്നേ. എന്തായാലും സാരമില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞ് കാണുന്നത് ഇന്നാ. എന്തായാലും വാ എന്നും പറഞ്ഞിട്ട് അവർ കൂട്ടിക്കൊണ്ടു പോയിട്ട് പൂമാലയൊക്കെ ഇടിയിപ്പിച്ചിട്ട് രജിസ്ട്രാർ ചോദിക്കുന്നുണ്ട് അവരുടെ ഐഡൻറ്റിറ്റീസ് ഒക്കെ കേട്ടോ. അങ്ങനെ ഫോട്ടോയും ആധാറും ഒക്കെ മേടിച്ചതിന് ശേഷം ആരാണ് സാക്ഷികളായിട്ട് ഒപ്പിടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അരുണിൻ്റെ ഒരു ഫ്രണ്ടും ദേവു പറയുന്നുണ്ട് ഇതെൻ്റെ ചേച്ചിയുമാണെന്നേ. അങ്ങനെ അവരും ചോദിക്കുന്നുണ്ട്, ആഹാ കുടുംബക്കാരറിഞ്ഞിട്ടുള്ളതാണോ? ഞാൻ ഓർത്തു ആരും അറിയാതെയാണെന്നേ. ഇതോടെ കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അത് അവരുടെ ഐഡൻറ്റിറ്റീസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സമയത്ത് നമ്മുടെ സച്ചിയുടെ മറ്റൊരു സുഹൃത്തിന് വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസ് വരെ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചിരുന്നു. അതിനായിട്ട് നമ്മുടെ സച്ചിയും രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും ആ സുഹൃത്തും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് കയറി പോവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ എന്തായാലും രജിസ്റ്റർ വിവാഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കും കൂടി അറിയണം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതെ ദേവുവിൻ്റെ വിവാഹം ഞാൻ നടത്താൻ പോകുന്നത് അമ്പലത്തിൽ വെച്ച് വലിയ മണ്ഡപത്തിൽ വെച്ചാണ് വിവാഹം നടത്തുന്നത്.
എന്നാലും അതിനുശേഷം രജിസ്ട്രേഷനൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഓരോ നിമിഷത്തിലും നമ്മുടെ സച്ചിയുടെ ചിന്ത മുഴുവൻ ദേവുവിൻ്റെ വിവാഹത്തിനെ കുറിച്ചിട്ടാണേ. അങ്ങനെ സച്ചിയും സുഹൃത്തും കൂടിയിട്ട് അവിടെ പോയി ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം രജിസ്ട്രാറിൻ്റെ റൂമിൽ നമ്മുടെ ദേവുവിൻ്റെയും അരുണിൻ്റെയും വിവാഹം രേവതി നടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാലയൊക്കെ പരസ്പരം മാറി ഒപ്പുവിട്ടിട്ട് അവരിങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് കൃത്യമായിട്ട് നമ്മുടെ സച്ചിക്കൊരു കോള് വരുന്നുണ്ട്. സച്ചി അങ്ങോട്ട് മാറി നിന്ന് കോൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ദേവുവും അരുണും കൂടി പുറത്തേക്ക് അങ്ങ് പോകുന്നത്. അങ്ങനെ മാലയിട്ട് നിൽക്കുന്ന അരുണിൻ്റെയും ദേവുവിൻ്റെയും ഫോട്ടോയൊക്കെ നമ്മുടെ രേവതിയെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. രേവതിയും ഇവരും കൂടി നിൽക്കുന്ന ഫോട്ടോ സുഹൃത്തിനെ കൊണ്ടും എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണല്ലോ. ഈ സമയം സച്ചിയും ഫ്രണ്ട്സും കൂടി രജിസ്ട്രാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ രജിസ്ട്രാർ പറയുന്നുണ്ട് കുറേ ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ട് ഇതെല്ലാമായിട്ട് വന്നാൽ മതിയെന്നേ. അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവുവിനെയും അരുണിനെയും കൂട്ടി രേവതി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണല്ലോ. ഇവർ മാലയൊക്കെ ഇട്ടിട്ട് ദേവു ആണെങ്കിൽ രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. കാരണം ലക്ഷ്മി അമ്മയും ശരത്തും സച്ചിയേട്ടനും ഒന്നും അറിയാതെ അവരുടെ അനുഗ്രഹം ഇല്ലാതെ വിവാഹം നടത്തിയല്ലോന്നേ. അപ്പോൾ രേവതി പറയുന്നുണ്ട് ദേവു നീ ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട, നമ്മൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് വിവാഹം നടത്തുമല്ലോ. പിന്നെ അറിയാവുന്നവരാരെങ്കിലും കാണുന്നതിന് മുമ്പ് നിങ്ങൾ പൊക്കോ, എൻ്റെ പേഴ്സ് ഉള്ളിൽ വെച്ച് മറന്നു, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ രേവതി ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയും ഫ്രണ്ടും കൂടിയിട്ട് രജിസ്ട്രാറിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിൽ പരസ്പരം പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ സച്ചിയെ കണ്ടതും പേടിച്ച് നിൽക്കുന്ന രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി നീ എന്തോ പ്രേതത്തെ കണ്ടതുപോലെ നിൽക്കുന്നേനെ? അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടനെ പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ടപ്പോൾ അല്ല നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ടേ? അത് രാവിലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ 2 മാല കൊടുക്കണമെന്ന്. ആ പൂമാലയും കൊണ്ട് അവരുടെ വിവാഹം ഇവിടെയാണ് നടന്നത്, അതിനു വേണ്ടി വന്നതാണേ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട് കുറച്ചു നേരത്തിന് മുമ്പ് ഉള്ളിൽ മന്ത്രമൊക്കെ ചൊല്ലുന്ന കേട്ടല്ലോ, അവരുടെ വിവാഹമായിരുന്നോന്നേ? അതായിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് സച്ചി പറയുന്നുണ്ട് ഇത് കണ്ടോടാ, നമ്മൾ വിവാഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഭാര്യയാണ് ഇപ്പൊ ഒരു വിവാഹം നടത്തിയിട്ട് വന്നേ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട് ഞാൻ വിവാഹമൊന്നും നടത്തിയില്ലാന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ രേവതി ഇത്ര ടെൻഷൻ ആവുന്നേ? നീ എന്തായാലും അവരുടെ വിവാഹം കൊടുക്കില്ല, നിന്റെ തലയുടെ മുകളിൽ കൂടി അല്ല നടക്കുന്നതെന്ന് അറിയാം, നീയും അവിടെ ഉണ്ടായിരുന്നല്ലോ, അതാ പറഞ്ഞെന്നേ. സച്ചിയേട്ടൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് അതെ ഇവന് ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലല്ലേ, ഇവരുടെ രജിസ്റ്റർ മാരേജിനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നതാ. പിന്നെ ഞാൻ നമ്മുടെ ദേവുവിന്റെ വിവാഹത്തിനെ കുറിച്ചും ചോദിച്ചു എന്ന് പറയാനേ. ഇപ്പൊ രേവതി ചോദിക്കുന്നത് എന്താ സച്ചിയേട്ടാ? നമ്മൾ എന്തായാലും മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യണമല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണെന്നേ. ആണോ, എന്നാലേ ഞാൻ എൻ്റെ പേഴ്സ് ഇവിടെ വെച്ച് മറന്നുപോയി, ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് രജിസ്ട്രാറിൻ്റെ റൂമിലേക്ക് രേവതി കയറി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രേവതി പേഴ്സും എടുത്തുകൊണ്ട് വരാൻ വേണ്ടി സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ, കാരണം ദേവുവും അരുണും കൂടി പുറത്ത് നിൽപ്പുണ്ടല്ലോ. ഈ സമയം പെട്ടെന്ന് തന്നെ ദേവു പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകണം, ഞാൻ പോട്ടേന്നേ. അരുണ് കൊണ്ടുവിടാന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ട, ഞാൻ ഒരു ഓട്ടോയ്ക്ക് പൊക്കോളാന്നും പറഞ്ഞിട്ട് അരുണ് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാനൊരു ട്രാഫിക് കോൺസ്റ്റബിളാണ്, ഈ കുട്ടീനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കണമെന്നും പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു പോണേന്നൊക്കെ പറഞ്ഞ് ദേവുവിനെ ഓട്ടോയിൽ കയറ്റി ഇങ്ങനെ വിടുകയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ സച്ചി എന്നാ ശരി പോകാമെന്നും പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ ആകുകയാണ് കേട്ടോ, അവരെ എങ്ങാനും കാണുമോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് സച്ചിയേട്ടാ ഞാൻ സ്കൂട്ടി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അരുണ് പുറത്ത് നിൽപ്പുണ്ട്, എൻ്റെ പുറകിൽ കൂടി തന്നെ പെട്ടെന്ന് സ്കൂട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്.
എന്നാൽ ഇറങ്ങി വരുന്ന സച്ചിയും അരുണും തമ്മിൽ പരസ്പരം കാണുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തോടു കൂടി നോക്കുന്ന കാണുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്നാൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ അങ്ങ് പോവുകയാണേ. രേവതി അരുണ് പോയി കഴിയുമ്പോഴേക്കും ഓടി വന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ എന്താ വല്ലാതിരിക്കുന്നേനെ? അതൊന്നുമില്ല രേവതി, എവിടെ പോയാലും ആ അരുണിനെ കാണുന്നു, അതാന്നേ. അത് അദ്ദേഹം എന്തിനായിരിക്കും ഇവിടെ വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, എന്തായാലും അവനൊരു പോലീസുകാരനല്ലേ, എന്തെങ്കിലും കേസിന്റെ ആവശ്യത്തിന് വന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് സച്ചി തന്നെ ആ വിഷയം അങ്ങ് മാറ്റിവിടുകയാണേ. അതിനുശേഷം രേവതിയോട് പറയുന്നുണ്ട്, നീ സ്കൂട്ടി എടുത്തോണ്ട് മുമ്പേ വീട്ടിലേക്ക് പൊക്കോ, ഞാനും വരികയാണ്, ഇന്ന് നമുക്ക് ശരത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്തണ്ടേ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്, ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക്. ഈ സമയം ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് ദേവു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ. എന്നാൽ ശരത്തിൻ്റെ പാസ്സായതിനുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് ആളുകളെല്ലാം വരുന്നുണ്ട്. ലക്ഷ്മി അമ്മയുടെ അടുത്ത് വന്നിട്ട് അവരുടെ കൂടെ പൂ കിട്ടുന്ന ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ലക്ഷ്മി അമ്മ ഭയങ്കര ഭാഗ്യവതിയാണ്. കാരണം ശരത് ഇത്രയും പാസ്സായതിന് തന്നെ സച്ചിയാണല്ലോ ഇത്രയും വലിയ പാർട്ടി മൊത്തം നടത്തുന്നതിനെ. ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞതാണ്, അതൊന്നും വേണ്ടാന്ന്. സച്ചിക്ക് ഒരേ നിർബന്ധം, ഈ സന്തോഷ നിമിഷം കുടുംബത്തിൽ എല്ലാവരും അറിഞ്ഞ് എല്ലാവരോടും ഒപ്പം സന്തോഷിക്കണമെന്ന്. അതുകൊണ്ടാണെന്നേ. എന്തായാലും ലക്ഷ്മിയമ്മ ഭാഗ്യം ചെയ്ത ആളാണ്, ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരത്ത് ഓടി വന്നിട്ട്, അമ്മ എന്തായി, എല്ലാ കാര്യങ്ങളും റെഡിയായെന്ന് ചോദിക്കുന്നുണ്ടേ. എടാ ഇപ്പം തന്നെ കുറച്ച് ചുറ്റി ഒഴിഞ്ഞിടണമെന്ന് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ശരത്ത് ചോദിക്കുന്നുണ്ട്, എന്താമ്മേ ഞാൻ പാസ്സായതിനാണോന്നേ? അതല്ലടാ, എൻ്റെ മരുമകനെ വന്ന ഉടനെ അവന് ചുറ്റിയിടണം, എല്ലാവരും വന്നിട്ട് എൻ്റെ സച്ചിമോനെയാണ് കണ്ണു വയ്ക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും ഈ ദേവു റൂമിൽ എന്തെടുക്കുക എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ദേവുവിനെയും പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയം ബന്ധുക്കളിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവുവിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേന്നേ? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നുണ്ട്, ഒന്നും ഇല്ലെന്നൊന്നും പറയണ്ട, എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നിന്റെ വിവാഹത്തിന്റെ കാര്യം ഓർത്തിട്ടല്ലേ നീ ഒരാളെ സ്നേഹിക്കുന്നു, എന്നാൽ അത് രേവതിയുടെ ഭർത്താവ് സച്ചിക്ക് അത് ഇഷ്ടമില്ല, അതുകൊണ്ടല്ലേന്നേ. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്കും ശരത്തിനും എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട, സച്ചിയും നല്ല സ്വഭാവമുള്ള ആളാണല്ലോ. ദേവുവിൻ്റെ മനസ്സുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ അനുഗ്രഹവും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ അവരോട് പറയുന്നുണ്ട്, ആഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് ഇരുന്നോളൂ എന്നേ. അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് ഇരുത്തിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എല്ലാവരും വരുന്നവരെല്ലാം നമ്മുടെ സച്ചിനെയാണല്ലോ പുകഴ്ത്തുന്നത്. ശരത്ത് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ ഒന്ന് ചുറ്റി ഇഴിഞ്ഞിട്ടാ പോരെന്നാ തോന്നുന്നത്, സച്ചിയേട്ടനെ എല്ലാവരും ഇങ്ങനെ വാനോളം പുകഴ്ത്തുവാണല്ലോ എന്നേ. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരത്തിന് ഒരു ഷർട്ടും കുറേ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത്. ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ ഇതൊക്കെയെന്നേ? അതെ, ഇപ്പോ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ചെയ്യാനുള്ളൂ, ഇതൊക്കെ എൻ്റെ വലിയ സന്തോഷങ്ങളാ. ദേവു പാസ്സായപ്പോഴേ ഇതൊക്കെ ചെയ്യണമായിരുന്നു. അതെന്തായാലും സാരമില്ല, ഇനി ദേവുവിൻ്റെ വിവാഹത്തിന് ഇതെല്ലാം നല്ല രീതിയിൽ നടത്താന്ന് പറയുകയാണേ. ഇത് കേൾക്കുന്ന ദേവുവും രേവതിയും ആകെ അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. അങ്ങനെ ദേവുവിൻ്റെ മുഖത്തേക്ക് രേവതി ഇങ്ങനെ നോക്കിയിട്ട് തല ഇങ്ങനെ ആട്ടി കാണിക്കുന്നുണ്ട്, കരയല്ലെന്നൊന്നുവേ. അങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്നും പറഞ്ഞ് രേവതി പോയി വിളക്ക് കത്തിച്ചിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണേ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എന്തായാലും അമ്മേ, അച്ഛനെ എനിക്ക് ഇതുവരെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, അച്ഛനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു എന്നേ. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോൻ്റെ ഗുണത്തിനും സ്നേഹത്തിനും ഒക്കെ ആരാ ഇഷ്ടപ്പെടാത്തത്? എന്തായാലും അച്ഛനുണ്ടായിരുന്നെങ്കിൽ മോനെ തലയിൽ കൊണ്ടുവച്ച് തന്നെ നടന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മക്കളുടെ എല്ലാ നന്മയ്ക്കും ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, എന്നാലും ഇതൊന്നും കാണാനില്ലാതായി പോയല്ലോ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്.
അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ശരത്തിൻ്റെ പാസ്സായതിനുള്ള ഫങ്ഷനൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് കേട്ടോ. സച്ചി എല്ലാവർക്കും നടന്ന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാവരും വന്ന് സച്ചിയോട് പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും നല്ല ഒരു സദ്യ തന്നതിന് എന്തായാലും സച്ചി ഒരുപാട് താങ്ക്സ്. നിൻ്റെ അളിയൻ ഇത്രയും പാസ്സായതിന് ഇത്രയും വലിയ സദ്യ ആണെങ്കിൽ ദേവുവിൻ്റെ വിവാഹത്തിന് നിങ്ങളെല്ലാവരും കാത്തിരുന്നോളൂ, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന തരത്തിലായിരിക്കും സദ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്കും ദേവുവിനും ആകെ അങ്ങ് ടെൻഷനാണ്. ദേവു ഇങ്ങനെ പേടിച്ച് മാറി മാറി നിൽക്കുകയാണ് കേട്ടോ. ദേവു വന്നിട്ട് രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവു ഇത്, നീ ഇങ്ങനെ മാറി മാറി നിന്നാ എന്താ ചെയ്യാന്നേ? ചേച്ചി, എനിക്ക് സച്ചിയേട്ടൻ പറയുന്നതൊക്കെ കേട്ടിട്ട് പേടിയാവുക. സച്ചിയേട്ടൻ്റെ ഓരോ വാക്കിലും എൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് സംസാരമെന്നേ. അതൊന്നും സാരമില്ല, എനിക്കും ഈ ടെൻഷനൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഇതൊക്കെ പുറത്ത് കാണിച്ചാൽ എങ്ങനെയാ ശരിയാവുക? നീ ഒന്നും മൈൻഡ് ചെയ്യാതെ നീ ഇപ്പോൾ വാന്നും പറഞ്ഞിട്ട് ദേവുവിനെയും കൂട്ടി രേവതി പോകുന്നുണ്ട്. ഈ സമയം ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഒരാൾ വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എന്തായാലും സച്ചി, നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളാണ്, ആരും ചെയ്യാത്തത്. എന്നാൽ ഒരു കാര്യം മാത്രം നീ ചെയ്യുന്നത് ശരിയല്ലെന്നേ. അതെന്താ സാറെന്ന് ചോദിക്കുന്ന സമയത്താണ്, അത് ദേവുവിൻ്റെ വിവാഹത്തിന് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ദേവും പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ടിങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട്. സച്ചി കുറച്ച് നേരം ഇങ്ങനെ ഷോക്കായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അയാളോട് ചോദിക്കുന്നുണ്ട്, സർ, സദ്യയിൽ സാമ്പാറൊക്കെ നന്നായിരുന്നോന്നേ? ആ, നന്നായിരുന്നു, ഞാൻ കൂട്ടിയെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒരല്പം ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ എന്താ ചെയ്യുക? അതിനതിൻ്റെ ടേസ്റ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതില്ലാന്നേ. അതെ സാർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരു സെക്കൻഡിനത്തേക്കിന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന് അത്രത്തോളം ആലോചിച്ച് ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ ഇതൊരു ജീവിതമല്ലേ സാർ, അതിന് നമ്മൾ എത്രമാത്രം ആലോചിക്കണമെന്നേ. അപ്പോൾ ആ പറഞ്ഞ ആൾക്ക് മറുപടി ഒന്നുമില്ലല്ലോ. ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ സാർ, അതുപോലെ തന്നെ ദേവുവിൻ്റെ വിവാഹത്തിന് നല്ല രീതിയിൽ ആലോചിച്ച് ഏറ്റവും നല്ല ചെറുക്കനെ തന്നെ ഞാൻ കണ്ടെത്തി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതല്ല സച്ചി, ദേവു ഇഷ്ടപ്പെടുന്ന പയ്യനുമായിട്ട് ചേർത്ത് വെച്ചുകൂടേന്നേ. സാർ, അവൾ കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടികൾക്ക് കത്തി ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അവരതിനു വേണ്ടി വാശി പിടിച്ചാൽ അത് കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ദേവുവിനിപ്പോൾ നന്മയും ചീത്തയും ഒന്നും തിരിച്ചറിയാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെയൊക്കെ പറയും. എന്തായാലും ഇപ്പൊ ദേവുവിനെ വിളിച്ച് ചോദിച്ചു നോക്ക്, ഈ സച്ചിയേട്ടൻ കണ്ടുപിടിക്കുന്ന ചെറുക്കനെ അല്ലാതെ മറ്റാരെങ്കിലും ദേവു വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് ദേവുവിനോട് ചോദിക്കുന്ന സമയത്ത് ദേവു ആദ്യം ഇങ്ങനെ നിന്ന് ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ രേവതി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അവിടെ ആളുകളെല്ലാം സച്ചിയേട്ടനെ അന്വേഷിക്കുന്നു, അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ട് ദേവുവിനെയും കൂട്ടി അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയും ദേവും കൂടിയിട്ട് എല്ലാവരിൽ നിന്നും ഈ വിവാഹം മറച്ചു വയ്ക്കാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ സുഹൃത്തിൻ്റെ ഒരു രജിസ്റ്റർ മാരേജിനെ കുറിച്ച് അവരെ അന്വേഷിക്കാൻ പോയിരുന്നല്ലോ. അങ്ങനെ ആ വിവാഹ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണ് കേട്ടോ അതിന് സാക്ഷിയായിട്ട് ഒപ്പിടാൻ പോകുന്നത്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അഡ്രസ്സ് പറയുന്ന സമയത്താണ് ആ രജിസ്ട്രാർ ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ഒപ്പിടാൻ വന്ന സാക്ഷിയുടെ ഒരു രേവതി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഇതുപോലെ വന്ന് സാക്ഷിയായിട്ട് ഒപ്പിട്ടിരുന്നല്ലോന്നേ. പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, സാർ അതെന്താന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവുവിൻ്റെയും അരുണിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള കല്യാണം അവരെ രജിസ്റ്റർ ചെയ്തത് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് രേവതിയും. ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചി ആകെ അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയുടെ ആ കൂട്ടുകാരൻ പുറകെ ചെന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സച്ചി നേരെ കാർ എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് കേട്ടോ. അങ്ങനെ രേവതിയെ അടുത്ത് ചെന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുമാണ് കേട്ടോ ചെല്ലുന്നത്.
ഒരു നിമിഷം പോലും ഞാൻ നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നീ എത്രത്തോളം നാടകമാണ് എൻ്റെ മുമ്പിൽ ആടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സച്ചി അങ്ങ് തകർന്നു പോവുകയാണ്. അപ്പോൾ അതുപോലുള്ള ഇനി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. സച്ചി എന്നേക്കുമായിട്ട് നമ്മുടെ രേവതിനെ ആ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇനി എന്താണ് നമ്മുടെ ദേവുവിൻ്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നതെന്നും രേവതിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.